പ്രിയപ്പെട്ട മലയാളികളെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു പത്രവാർത്തയാണ്, പ്രത്യേകിച്ച് പൂരം സീസണുകളിലൊക്കെ. ആന ഇടഞ്ഞു, ആന പാപ്പാനെ കുത്തിക്കൊന്നു, ആന ജനക്കൂട്ടത്തിനിടത്തിലേക്ക് വിറളി ഓടി. ഇതൊക്കെ പത്രവാർത്തകൾ മാത്രമാണ് നമുക്ക്. ഇത് ജീവൻ നഷ്ടപ്പെടുന്നവർക്കും പിന്നെ അടി കൊണ്ട് ചാവുന്നതും വേദനയും ഒക്കെ അത് കൊള്ളുന്നവന് മാത്രമേ ഉള്ളൂ. അല്ലാത്തവർക്ക് ഇത് വീണ്ടും ഒരു വെറും പത്രവാർത്ത മാത്രമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ആനകൾ വലിയ വലിയ ഏക്കത്തുകകൾക്ക് വാങ്ങിച്ച് ഇതിനെ പണിയെടുപ്പിച്ച് പൈസ എടുക്കുന്നതിൻ്റെ ഒന്നും ഒരു ഉപഭോക്താവ് ഒരിക്കലും ഈ പാവം പണിക്കിറങ്ങുന്ന ആനപ്പാപ്പാനല്ല. ഇതൊക്കെ വലിയ കോർപ്പറേറ്റുകൾ, മതത്തിൻ്റെ പേരും പറഞ്ഞ് വലിയ കോർപ്പറേറ്റുകൾ തിന്നു സുഖിച്ച് കസേരയ്ക്ക് പുറകിലിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ പാവം പാപ്പാന്മാർ പലരും വളരെ താഴേക്കടയിലുള്ള കുടുംബങ്ങൾ, സാമ്പത്തിക ശേഷിയിൽ നിന്ന് വരുന്നവരാണ്. ഒന്നാമത് അവർക്ക് യാതൊരു വിധത്തിലുള്ള ശാസ്ത്രീയമായ പരിശീലനമോ ഇതിനു വേണ്ടിയുള്ള എന്തെങ്കിലുമൊക്കെ തിരഞ്ഞെടുപ്പോ ഇതിൻ്റെ പുറകിൽ നടക്കുന്നില്ല. കുറേ ആൾക്കാരൊക്കെ ഇതൊക്കെ കുടുംബപരമായിട്ട് കൈമാറി വന്നു എന്നും പറഞ്ഞ് ഇതിന് ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട്. പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു ചൊല്ലാണ് ആനച്ചോറ് കൊലച്ചോറാണെന്ന്. അപ്പം ഈ അവരുടെ ഉള്ളിൽ ഭീകരമായ പേടിയുണ്ട്. ജീവൻ പേടിയല്ലേ ഏറ്റവും വലിയ പേടി. അപ്പം മരണത്തെ പേടിച്ചാണ് അവർ മനുഷ്യനേക്കാൾ എത്രയോ വലിപ്പമുള്ള ഈ ജീവിയെ നയിച്ചുകൊണ്ട് നടക്കുന്നത്. എന്തിനു വേണ്ടി? എന്തൊക്കെയോ മനുഷ്യനിർമ്മിതമായ കോപ്രായങ്ങൾ കാണിക്കാൻ വേണ്ടി. ഒരു മനോഹരമായ ഒരു ജീവിയുടെ മേളിൽ ഒരു കാർട്ടൂൺ പോലത്തെ കുറെ കോട്ടായങ്ങളെല്ലാം വാരിക്കെട്ടി ചങ്ങലയിട്ട് അടിച്ച് ഇടിച്ച് കുന്തം കൊണ്ട് കുത്തി അതിൻ്റെ തല പൊക്കി നിർത്തുന്ന ഒരു പരിപാടി. തല പൊക്കി നിർത്തിയിട്ട് അതിൻ്റെ ഹൈറ്റ് ഇളക്കുക. അതിനും ഓൾറെഡി ഒരു മനോഹാരിതയുണ്ട്. നമ്മൾ അതിൻ്റെ കുന്തം കൊണ്ട് കുത്തി അതിൻ്റെ തല പൊക്കി നിർത്തുകയൊന്നും വേണ്ട. അതിനേക്കാൾ ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം, അതിനൊരിക്കലും സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിയുടെ ഹൈറ്റ് അളന്നിട്ട് എന്താണ്? അത് കാണുന്നത് തന്നെ എത്രയോ വലിയ ദുഃഖമാണ്. അപ്പം ഈ പാപ്പാന്മാരാരും വലിയ സാമ്പത്തിക ശേഷിയിൽ നിന്നൊന്നും വരുന്നവരല്ല. ആരെങ്കിലും ഒരു പാപ്പാൻ ഒരു 25 ലക്ഷം രൂപ കൈ കൊടുത്തേ ആ പാപ്പാൻ പിറ്റേ ദിവസം ആനപ്പണി നിർത്തും. എനിക്കത് ഉറപ്പാണ്. അവർക്ക് നിവർത്തി കേടുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത്, പാവങ്ങൾ. അതുപോലെ തന്നെ ആന അതിനെക്കാട്ടി വലിയ പാവം, ഒരു മനുഷ്യനേക്കാൾ എത്രയോ വലിപ്പമുള്ള മനോഹരമായ ഒരിക്കലും ഇണങ്ങാത്ത ഒരു വന്യജീവിയെ അടിച്ചും ഇടിച്ചും എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിപ്പിക്കാൻ ശ്രമിക്കുക. മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങൾ, റോഡ് നിയമങ്ങൾ, അമ്പല നിയമങ്ങൾ, മത നിയമങ്ങൾ, ഇതൊക്കെ അതിനെ കൊണ്ട് ചെയ്യിക്കുക. കുത്തി ദൈവങ്ങളുടെ മുന്നിൽ തൊഴിയിപ്പിക്കുക. അടി കൊടുത്ത് അതുങ്ങളെ ദൈവങ്ങളെ കൊണ്ടു നടക്കുക. പാവം ആന, കാട്ടി വളരണ്ട സ്വതന്ത്രമായിട്ട് ജീവിച്ച് നടക്കേണ്ട ആനയ്ക്കറിയാവോ ഇത് വലിയ ദൈവമാണ് എൻ്റെ തലയിലിരിക്കുന്നതെന്ന്? പാവം പിടിച്ച ആനയ്ക്ക് തൊഴുമ്പോൾ അറിയാവോ ഇത് പുരാതനമായ പ്രശസ്തി കേട്ട കോടിക്കണക്കിന് വരുമാനമുള്ള അമ്പലമാണ് ഞാൻ തൊഴുന്നതെന്ന് ആനയ്ക്കറിയാമോ? അടി കിട്ടാതിരിക്കാൻ വേണ്ടി അതങ്ങ് ചെയ്യുവാണ്. മെഡിക്കൽ കാലത്തെ പീഡനങ്ങൾ. ആനയ്ക്ക് ഭയങ്കര ബുദ്ധിയും ഓർമ്മശക്തിയുമാണ്. കരയിലെ ജീവികളിൽ ഡോൾഫിനുകൾ കഴിഞ്ഞാൽ പിന്നെ ആനയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഓർമ്മശക്തി ഉള്ളതെന്ന് പറയുന്നത്. അപ്പം ഈ പീഡനകാലത്തെ പീഡനവും അടിയും ഒക്കെ പേടിച്ച് പാവങ്ങൾ ഓരോന്ന് ചെയ്യുക. ചിലപ്പോൾ അവർക്ക് വട്ടളകും. അത് ആണാനകളല്ലേ, വട്ടളകി അവർ ഒരു പീഡന പരമ്പര അവരങ്ങ് അകത്താക്കും. അതിനിടയിൽ കുറേ പാവങ്ങളുടെ ജീവൻ പോവും. ആ ജീവൻ പോകുന്നതുകൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്ന അവൻ്റെ വീട്ടുകാർക്ക് മാത്രം പോയി. എനിക്ക് തോന്നുന്നില്ല ഈ ആന പാപ്പാന്മാർക്കൊക്കെ ദേവസ്വം ബോർഡൊക്കെ അവരെ ഇൻഷുർ ചെയ്തിട്ടുണ്ടോ, അവർക്ക് വലിയ ഇൻഷുറൻസ് തുകകൾ കിട്ടുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ആനകളെ, ഈ കിരാതമായ, ഈ ബാർബേറിക്കായ പരിപാടി ഈ മലയാളികൾ എന്ന് നിർത്തും? മലയാളികളല്ല, ഇന്ത്യയെ മൊത്തം ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഈ മലയാളികൾ എന്ന് നിർത്തുന്നോ അന്ന് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു അന്തസ്സോടെ ലോകത്തിൻ്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റത്തുള്ളൂ. പണ്ട് സതി എന്ന് പറഞ്ഞൊരു ദുരാചാരം ഇന്ത്യയിലുണ്ടായിരുന്നു. ഭർത്താവ് മരിച്ച ഉടനെ ഭാര്യ ആ ചിതയിൽ ചാടി ചത്തോണമെന്ന് പറഞ്ഞ് അത് നിർത്താൻ ഇവിടെ
തീർച്ചയായിട്ടും ഇംഗ്ലീഷുകാരുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായി. അതുപോലെ ഇനി ഏതെങ്കിലും ഒരു ഇംഗ്ലീഷുകാരൻ വന്നാലേ ഈ കാടത്തം നമ്മൾ നിർത്തത്തുള്ളെന്ന് എനിക്ക് തോന്നുന്നത്. അതിനു മുമ്പേ നിർത്താൻ ഏതെങ്കിലുമൊക്കെ ബോധമുള്ള, ഇപ്പം ഇൻ്റർനെറ്റ് ഉണ്ട്, ഈ ലോകം മുഴുവൻ ഒരിടത്തു പോലും ഇങ്ങനെ മൃഗങ്ങളെ പീഡിപ്പിക്കുന്ന മനുഷ്യരില്ലെന്ന് മനസ്സിലാക്കാൻ, ദൈവങ്ങളൊന്നും ഈ പാവം പിടിച്ച ആനയുടെ കണ്ണുനീരിലും ജീവൻ നഷ്ടപ്പെടുന്ന പാപ്പാൻ്റെ ജീവനിലും സന്തോഷിക്കുന്നില്ലെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എൻ്റെ പ്രിയപ്പെട്ട മലയാളികളെ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭരണാധികാരികളൊക്കെ, പ്രത്യേകിച്ച് കുറേ സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന പൊതുരംഗത്ത് തിളങ്ങി നിൽക്കുന്ന കുറേ ആൾക്കാർ ഇതിനെ അനുകൂലിക്കുന്നവരുണ്ട്. ഇവരൊക്കെ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ആരെങ്കിലും ഈ വീഡിയോ കേൾക്കുവാണെങ്കിൽ, എനിക്ക് സമയമുള്ളപ്പോൾ തീർച്ചയായിട്ടും ഞാൻ റോഡിലിറങ്ങി തന്നെ ഇതിനെതിരെ പ്രവർത്തിക്കും. എനിക്കിപ്പോൾ സമയമില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഓരോ ദിവസവും പണ്ട് മുതലേ, ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതലേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ മൃഗദ്രോഹം അവസാനിപ്പിക്കണമെന്ന് ഞാൻ എന്നും ചിന്തിക്കുന്ന ജീവിതത്തിൻ്റെ പല തിരക്കുകൾ കാരണം ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടിപ്പം പറയേണ്ടത് എനിക്ക് തോന്നുന്നത് ഞാനങ്ങ് പറയുകയാണ് ഈ വീഡിയോയിലൂടെ. ഒരാളെങ്കിലും ഈ വീഡിയോ കേട്ട് ഈ ആനകളെ ഉപദ്രവിച്ച് തല്ലിക്കൊല്ലുന്ന ഈ തല്ലിക്കൊല്ലൽ നിർത്തിയെങ്കിലെന്ന് ഞാൻ ഓർക്കുവാണ്. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ